ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഓറിയോ കൊണ്ടൊരു ചോക്കോബാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ഓറിയോ ബിസ്ക്കറ്റാണ്. നമുക്ക് ചെറുതും മേടിക്കാം വലുതും മേടിക്കാം. ഇപ്പോൾ ഞാൻ വലുതാണ് മേടിച്ചത്. അപ്പോൾ നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം. ആ കവറിൽ വെച്ച് തന്നെ നമുക്ക് പൊടിക്കണം. ഏതെങ്കിലും ഗ്ലാസും കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് നമുക്ക് അത് പൊടിച്ചെടുക്കാം. പക്ഷേ അതിൻ്റെ കവറ് പൊട്ടല്, കവർ നമുക്ക് ആവശ്യമുണ്ട്. അതിനകത്ത് വെച്ച് നമ്മൾ ചോക്കോബാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക, അതുപോലെ കുറച്ചടിച്ച് അത് ഇതാക്കുക. നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ നമുക്ക് അതിൻ്റെ നല്ലോണം കണ്ട് അതിൻ്റെ നടുക്ക് വെച്ച് നമുക്കൊന്ന് മുറിക്കണം. നടുക്ക് വെച്ച് മുറിക്കണം. രണ്ടെണ്ണമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നടുക്ക് വെച്ചിട്ട് കത്രിക ഉപയോഗിച്ച് നമുക്കൊന്ന് മുറിക്കാം. അപ്പോൾ നമ്മളത് മുറിച്ചെടുത്തപ്പോൾ ഉണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് അതിനകത്ത് നല്ലോണം അത് പൊടിയായി നോക്കണം. കുറച്ച് അത്രയ്ക്ക് പൊടിയൊന്നും ആവണ്ട, കുറച്ച് കഷ്ണമൊക്കെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്നാൽ കഴിക്കാൻ നല്ല രസമായിരിക്കും. ഉണ്ടോ? അപ്പം നമുക്ക് വേറെ സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുക്കാം. ഏത് ഗ്ലാസ് ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതൊന്ന് ഇറക്കി വെക്കുക. അപ്പം ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഇപ്പം പാലാണ് വേണ്ടത്. കുറച്ച് പാൽ നമുക്ക് ഒഴിക്കാം. മുഴുവനായിട്ട് ഒഴിക്കണ്ട, ഒരു 3/4 ഭാഗം ഒഴിച്ചാൽ മതി. ഇപ്പം നമ്മൾ പാലൊക്കെ ഒഴിച്ച് വെച്ചപ്പോൾ ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് വെച്ചിട്ട് ഈ ഒരു സ്റ്റിക്കൊന്നും ഇല്ലാത്ത ഒരു മറ്റേ ഏതെങ്കിലും സ്പൂണായാലും മതി. ചെറിയ സ്പൂൺ എടുത്ത് നല്ലോണം ഇളക്കുക. ഇല്ലെങ്കിൽ ബിസ്ക്കറ്റ് അടിയിലും പാലും മേളിലും വന്നിരിക്കും. നല്ലോണം ഇളക്കി നമുക്ക് ഫ്രീസറിൽ ഒന്ന് വെക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഒരു 3 മണിക്കൂർ ശേഷം നല്ല കട്ടിയായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കുറച്ച് നേരം കൂടെ വെച്ചാൽ നല്ലോണം കട്ടിയായി കിട്ടും. ഇത് അത്രയ്ക്ക് ഉള്ളിൽ ചെറുതായിട്ട് കട്ടിയായിട്ടില്ല. അപ്പം നമുക്ക് നല്ല പൊട്ടിച്ച് നോക്കാം. അപ്പം ഇത് കണ്ടാൽ കറക്റ്റ് ചോക്കോബാറിൻ്റെ ഉണ്ട്. അപ്പം ഇത് കുറച്ച് നേരം കൂടെ വെച്ചാൽ നല്ലോണം കട്ട് ചെയ്യാൻ. ഇപ്പോൾ താമസിച്ച് കുറച്ച് നേരം കൂടെ നിങ്ങൾക്ക് വെക്കാൻ നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ചോക്കോബാർ, ഓറിയോ ചോക്കോബാർ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് പിന്നെ കാണാം.